ചൈതന്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓശാന എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഒരു മനോഹരമായ ചിത്രം കടന്നു വരാറുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കത്തും കൈകളിലും പിടിച്ച് കുരുത്തോലയുമായി പ്രദക്ഷിണമായി നടന്നു നീങ്ങിയ, ഇപ്പോഴും നടന്നു നീങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ച. ഓശാന അത് ഈശോയുടെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. കഴുതപ്പുറത്ത് ആഗതനാകുന്ന ദൈവകുമാരനെ വരവേൽക്കാൻ ജനങ്ങൾ കുരുത്തോലയും വീശി തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വീശ് അവനെ എതിരേൽക്കുന്നു. ഓശാന ഓശാന, ദാവീദിൻ സുതൻ ഓശാന, രക്ഷിക്കണമേ രക്ഷിക്കണമേ, ദാവീദിന്റെ പുത്ര ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസത്തോടെ നിലവിളിച്ച് കരയുന്ന ഏതൊരുവനെയും ഉപേക്ഷിക്കാതെ സ്വന്തം ജീവൻ വെടിഞ്ഞുപോലും രക്ഷിക്കുമെന്ന വാർത്തയാണ് ഓരോ വർഷവും കടന്നു വരുന്ന ഓശാന ഞായർ നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത്. ഓശാന അത് ഈശോയുടെ പീഡാനുഭവ യാത്രയുടെ ആരംഭമാണ്. കാൽവരിയിലേക്ക്, കുരിശിലേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ഒരു യാത്ര. എന്തിനാണ് ഈശോ ഇപ്രകാരം യാത്ര ചെയ്തത്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഗോതമ്പപ്പമായി കടന്നു വരാനുള്ളതായിരുന്നു ഈശോയുടെ ഈ യാത്ര. നമുക്കറിവുള്ളതുപോലെ ഏതൊരു യാത്രയ്ക്കും ആരംഭവും അവസാനവും ഉള്ളതുപോലെ ഈശോയുടെ യാത്രയുടെ അവസാനം ചെന്നു നിൽക്കുന്നത് അവൻ്റെ ഉത്ഥാനത്തിലാണ്. അത് നമ്മുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനും വേണ്ടിയാണ്. കഴുതപ്പുറം വാഹനമാക്കിയതുപോലെ അനുദിനവും ഇന്ന് ഗോതമ്പപ്പമായിട്ടാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ഫരിസേയ മനോഭാവത്തോടെ ഈ അപ്പത്തെ നാം അറിഞ്ഞും അറിയാതെയും അനുഭവിച്ചിട്ടും അനുഭവിക്കാത്തവരെ പോലെയാണ് നാം സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധനങ്ങൾ ഇനിയും അഴിച്ചുവിടാനുണ്ട്. എന്നാൽ മാത്രമേ സീറോ ആയ ഞാൻ ഹീറോ ആയി മാറുകയുള്ളൂ. ദൈവം വീണ്ടും നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ഓശാന ഞായറിൽ ഫരിസേയത്തിന്റെ മേലങ്കി അഴിഞ്ഞു മാറ്റി ഈശോയുടെ കയ്യിലെ കളിപ്പന്തായി തീർന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെയും ഈശോയുടെ കയ്യിലെ പെൻസിലായി തീർന്ന വിശുദ്ധ മദർ തെരേസയെ പോലെയും ചലിക്കുന്ന സക്രാരിയായി മായി തീർന്ന വിശുദ്ധ എവുപ്രാസ്യാമിയെ പോലെയും നിങ്ങൾ കുസ്തോതികളാകണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച വിശുദ്ധ ചാവറ പിതാവിനെ പോലെയും നമുക്കും ഈശോയെ വഹിക്കുന്നവരാകാം. ഈശോ നൽകുന്ന രക്ഷയിൽ നമുക്കും പങ്കാളികളായി തീരാം. നമുക്കും അവനെ വിളിച്ചപേക്ഷിക്കാം. ഓശാന ഓശാന, ദാവീദിൻ സുതൻ ഓശാന.